ബാക്ക് ടു Xylem ലേണിംഗ്. മക്കളെ, അപ്പൊ നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിലെ 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുന്നോട്ട് പഠിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ നമുക്ക് നോക്കാം അല്ലെ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ വെറുതെ കണ്ടുപോകാന്നുള്ളതല്ലാതെ നിങ്ങളെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് 3 എക്സാമ്പിൾസ് ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഭൗതിക അളവുകൾക്ക് 3 ഉദാഹരണങ്ങൾ, വെറും 3 ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും എഴുതാം അല്ലെ. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഭൗതിക അളവുകൾ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ക്യാൻ ബി മെഷർ. നമുക്ക് അളന്നൊക്കെ എഴുതാൻ പറ്റുന്ന എന്തും എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഭൗതിക അളവാണ് അല്ലെ. ഇപ്പൊ നമ്മളോട് പറയാം നീളം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് അറിയാം അല്ലെ. എന്താ കാര്യം, നീളം നമുക്കിപ്പോൾ ഇതിന്റെ നീളം അളക്കുകയാണെങ്കിൽ ഒരു 15 സെന്റിമീറ്റർ അല്ലെ. ഒരു നമ്പറും ഉണ്ട്, എന്തുണ്ട്, ഒരു യൂണിറ്റും ഉണ്ട് അല്ലെ. അങ്ങനെ എന്തും എഴുതാൻ പറ്റുന്നത് എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഭൗതിക അളവാണ് അല്ലെ. നമ്മുടെ സ്പീഡ് പറയുകയാണെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ എങ്ങനെയാ വന്ന് എത്ര സ്പീഡിലാവും, ഞങ്ങൾ 100 km/h അല്ലെ. ഒരു നമ്പറും ഉണ്ട്, ഒരു യൂണിറ്റും ഉണ്ട് അല്ലെ. പിന്നെന്താ, മാസ് പറയുകയാണെങ്കിൽ എത്രയാ എന്ന് പറയുമ്പോൾ 2 കിലോ ആണ്, നമ്പറും ഉണ്ട്, ഒരു യൂണിറ്റും ഉണ്ട്. അങ്ങനെ എന്തും അല്ലെ, അങ്ങനെ എഴുതാൻ പറ്റുന്ന എന്തും എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഭൗതിക അളവാണ്. ഇനി ടൈമിന്റെ കേസിലാണെങ്കിൽ എത്ര 5 സെക്കൻഡ് അല്ലെ, നമ്പറും ഉണ്ട്, യൂണിറ്റും ഉണ്ട് അല്ല. എന്തും എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഭൗതിക അളവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ലെങ്ത് അല്ലെ, നീളത്തിനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് രീതിയിൽ എഴുതാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് എന്താണ് മാസ് അല്ലെ. മാസിന് മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം കാര്യം തന്നെയാണ് പറയാ അല്ലെ, മാസ് തന്നെയാ പറയാ. നെക്സ്റ്റ് എന്താണ് ടൈം അല്ലെ, സമയം. ഇത് മാത്രല്ല എന്തും അല്ലെ, സ്പീഡ് പറ്റും, വെലോസിറ്റി, ആക്സിലറേഷൻ അല്ലെ, ത്വരണം, പ്രഷർ, മർദ്ദം, എന്തും അല്ലെ, പ്രഷർ 2 bar 3 bar എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്തും എന്താണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന എന്തും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദർ. അടിസ്ഥാന അളവുകൾ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അല്ലെ പുതിയൊരു സംഭവം പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഈ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ സമയം ഒന്നും ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇത് എത്ര പേരാണ്, 7 പേരാണ്. ഈ 7 പേരിലെ 3 പേര് അല്ലെങ്കിൽ 4 പേരെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്, ബാക്കിയുള്ള 3 പേര് പുതിയ ആൾക്കാരായിരിക്കും. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ആ പേരുകളൊക്കെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പൊ 7 എണ്ണമാണ് അല്ലെ. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് 7 എണ്ണം. ഇനി അടുത്ത ചോദ്യം ഉറപ്പായിട്ട് എന്തായിരിക്കും, ഇത് എത്ര, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പോൾ ആ അടിസ്ഥാന അളവുകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. നോക്കാം നമുക്ക്. ഇതാണ് ആ 7 പേര് അല്ലെ. ഇതിൽ ഞാൻ പറഞ്ഞു 4 പേര് ഓൾറെഡി നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് അല്ലെ. നീളം, ലെങ്ത് അറിയാം, മാസ് അറിയാം, ടൈം അറിയാം, പിന്നെന്താ ടെമ്പറേച്ചറും നിങ്ങൾക്കറിയാം. ഈ 4 പേരെ നിങ്ങൾക്കറിയാം. എന്നാൽ പുതിയ ആൾക്കാർ ഇതായി കറണ്ടും അല്ലെ, ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത, അതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. പക്ഷെ നിങ്ങൾ അത് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് 3 എക്സാമ്പിൾസ് ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക അല്ലെ. ഇവരെ ഉപയോഗിച്ചിട്ട് ഇവരെ പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ. ഇവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടെത്തും അല്ലെ. അവരെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എന്ത് പറയടാ, നമ്മളുടെ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാ, നമ്മൾ മനസ്സിലാക്കാം. സെറ്റാണല്ലോ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാലോ. അപ്പൊ ചില കുട്ടികൾ ഇതിന് തന്നെ എഴുതിയേക്കും, ഇതിന് എഴുതാൻ പാടില്ല. ഇവരെ ഉപയോഗിച്ച് നമ്മൾ പുതിയ ആൾക്കാരെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്താ എഴുതേണ്ടത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകൾ എന്ന് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അത് കൺഫ്യൂഷൻ ആയി പോകാൻ പാടില്ല. ഒരുപാട് എഴുതാം അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയാം സ്പീഡ് അല്ലെ, വേഗത പറ്റും. പിന്നെ സിമ്പിൾ ആയിട്ട് എല്ലാവരും എഴുതി കൊടുക്കലേ ഏരിയ അല്ലെ, പരപ്പളവ് പറ്റും. പിന്നെന്താ വോളിയം അല്ലെ, അതൊക്കെ നമുക്ക് എന്താണ് എഴുതാൻ പറ്റും. ഇത് മാത്രല്ല അല്ലെ, ബാക്കിയുള്ള കുറെ ആൾക്കാർ, ഈ 7 ആൾക്കാരല്ലാതെ നമ്മൾ പഠിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ എഴുതി കൊടുക്കാൻ പറ്റും. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതും എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാസിനെ നിങ്ങൾക്ക് അറിയുന്ന യൂണിറ്റുകൾ എഴുതുക. മാസിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന യൂണിറ്റുകൾ എഴുതാനാണ് പറയുന്നത്. വെറും 3 എഴുതി കൊടുത്താൽ മതി.
ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? കടയിൽ ചെന്ന് ഇപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ നമ്മൾ പറയും അമ്മ ഒരു ചായ എടുക്കുമെന്ന് വരുമ്പോ അയ്യോ മോനെ പഞ്ചസാര തീർന്നു എന്ന് പറയുമ്പോ അമ്മ പറയും എന്നാ മോനെ 2 കിലോ പഞ്ചസാര പോയി കൊണ്ടുപോകാന്ന് പറയില്ല. അത് മാസിന്റെ ഒരു യൂണിറ്റ് ആണ് അല്ലെ? കിലോഗ്രാം ഇസ് എ യൂണിറ്റ് ഓഫ് മാസ്. പിന്നെന്താ, ഇപ്പൊ നമ്മൾ പറയാ അയ്യോ മോനെ കടുകും തീർന്നു പോയി, കുറച്ച് കടുകൊക്കെ നമ്മൾ കിലോ കണക്കിനൊന്നും വാങ്ങില്ല, കുറച്ച് വാങ്ങും അല്ലെ? അപ്പൊ പറയും ഒരു 200 ഗ്രാം കടുക് എന്നൊക്കെ പറയില്ലേ? ഗ്രാം കണക്കിന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഈ സ്വർണം ഗോൾഡിനൊക്കെ ഭയങ്കര വിലയാണ്. ഒരു കുഞ്ഞു പൊട്ടുണ്ടെങ്കിൽ അയ്യോ മോളെ അത് കളയല്ലേ, അതൊക്കെ എന്താണ് അത്ര മില്ലിയൊക്കെ ഉണ്ടോ, മില്ലിഗ്രാം ഒക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് അളവുകളുണ്ട്. അത് മാത്രമല്ല ക്വിന്റൽ, ടൺ അല്ലെ? ആനയൊക്കെ ഭയങ്കര മാസീവാണ് അല്ലെ? ആനന്റെ മാസമൊക്കെ നമ്മൾ ടൺ കണക്കിനൊക്കെയാണ് പറയാ. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങനെയൊക്കെ ഒരുപാട് എന്തുണ്ട് അളവുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്വിന്റലും ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 3 ആൾക്കാർ എഴുതിയെന്ന് മാത്രം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് അല്ലെ? ദാറ്റ് യു നോ. നിങ്ങൾക്ക് അറിയുന്ന നീളത്തിന്റെ യൂണിറ്റുകൾ എഴുതാനാണ്. വെറും 3 പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അത് മാത്രമല്ല ഈ ചാപ്റ്ററിൽ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെ? ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണോ തോന്നിയത്, അതോ ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേണോ, അല്ല ഞങ്ങൾക്ക് ഓരോ ടോപ്പിക്കായിട്ട് കണ്ടന്റ് ആയിട്ട് തന്നാൽ മതി, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എന്നോട് പറയാൻ. സോ ആ കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.